കേശുവേ ശിവ കേശു എന്താച്ചാ അമ്മ വിളിക്കുന്ന കേട്ടില്ലടാ. എന്തമ്മ ശിവ അമ്മ എന്തെന്നാ എടാ കുഞ്ഞവിടെ ഉണ്ടാ പാർക്കുട്ടി അവിടെ ഉണ്ടാ? അച്ഛനടുത്തല്ലേ കാണും. എന്റെ അടുത്താ? ഇവിടെ ഒന്നുമില്ല. ശിവ പാറും തേടി എന്താ നോക്കട്ടെ. ഇടി നോക്കട്ടെ പെട്ടെന്ന്. എവിടെ പോയെന്ന്? ഇവിടെ നിക്കോണ പെണ്ണിത് ഇങ്ങോട്ട് ഓടുന്നേ. വന്ന് കേശുവേ ഇങ്ങോട്ട് ഓടുന്നേ. കേശുവേ എന്താടേ? എടാ ഇവിടെ പുറത്തേക്ക് ഓടുവായിരുന്നു. ഇങ്ങോട്ട് പറ ഓടിപ്പോയിക്കൊണ്ടിരുന്നേ. എടിയാ സാധനത്തിന് കിട്ടിയാ? കിട്ടി. പുറത്തേക്ക് ഓടി പോവായിരുന്നു. ഇവിടെ ഇരിക്കും. അച്ഛോ അച്ഛനാ പാറക്കുട്ടിയെ നോക്കിക്കൂടായിരുന്നോ? അച്ഛാ അച്ഛനാ പാറക്കുട്ടിയെ നോക്കിക്കൂടായിരുന്നു. ഇവിടെ അവിടെ പിടിച്ചിരുത്തിക്കൂടായിരുന്നു. ഇതെവിടെ പോയിരുന്നേ? പുറത്തേക്ക് ഇറങ്ങി ഓടി അച്ഛാ. പുറത്തേക്ക് ഇറങ്ങി ഓടി. പുറത്തിറങ്ങി ഓടിയാ? നീ നോയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ് തേക്കണ്ടേ? നീ തേച്ചാ? നീ തേച്ചാ? ഞാൻ തേക്കാൻ വാടാ. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അമ്മച്ചിയാണ് സത്യം പറയാൻ ഞാൻ അടിക്കൂല. അല്ലെങ്കിൽ ഞാൻ അടിക്കും. ഉള്ള കാര്യം പറയാം. പോട്ട് സ്കൂട്ടർ എടുത്ത് പോട്ട്. എത്ര സ്ക്രൂ വിഴുങ്ങി? സ്ക്രൂ വിഴുങ്ങി എത്ര എണ്ണം വിഴുങ്ങി? സ്ക്രൂ കാണാനില്ല. പറഞ്ഞു വിഴിഞ്ഞാ ഇത് കപ്പലിന്റെ ആണോ സ്ക്രൂ? സ്ക്രൂ വിഴിഞ്ഞില്ലേ? സ്ക്രൂ വിഴിഞ്ഞ സ്ക്രൂ വിഴിക്കുന്നത്. എടുത്ത് സ്ക്രൂ വിഴിഞ്ഞിരിക്കുന്നത് കള്ളി. ഞാൻ കണ്ടില്ല. നാളെ രാവിലെ അഭിയോടും പറയാം. റിസൾട്ട് അറിയാം എത്ര വീട്ടിൽ അഥവാ കിട്ടണമെങ്കിൽ എടുത്ത് വെച്ചേക്കണേ. എന്തെന്ന് പറയുന്നത് അറിയാൻ എന്തോന്ന്? ഈ കൊച്ചിനോട് ഇങ്ങനെ കിണിങ്ങിരിക്കണ അവിടെ എന്നെ അടുക്കളയിൽ സഹായിച്ചൂടെ? നിന്നെ അടുക്കള സഹായിച്ചത് നീ അവിടെ നിന്ന് എന്നെ സഹായിക്കൂ? അവിടെ എന്തുകൊണ്ട് എനിക്ക് സഹായിക്കാനായിട്ട്? അതെടുത്ത് വെളി കളഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് അവിടെ ഓരോന്നിരിക്കണ കൊച്ചെടുത്ത് വീഴുന്നത്. ആ സാധനം എടുത്ത് വെളി കളയാനാ? ആദ്യം ഞാൻ കല്യാണം കഴിച്ച ഇലക്ട്രിക് സാധനങ്ങളാണ്. എന്റെ ഇലക്ട്രിക് സാധനമാണ് ഞാൻ കല്യാണം കഴിച്ചത്. നിന്നല്ല. നിന്നെ രണ്ടാമത് നീ കണ്ണും മുക്കും ഒക്കെ മയക്കെടുത്തേ തന്നെ അറിയാറൊക്കെ. അല്ല പിന്നെ എന്തുമാത്രം തിരക്കിലെന്നറിയാമോ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് ഓരോ സാധനം കിടന്ന് വീഴണത്. അതെ ആ ജംഗ്ഷനിൽ ഒരാളില്ല അവിടുത്തെ നമ്മളെ കടക്കാരൻ ബേക്കറി ആള്. അയാളൊരു പഴയ റേഡിയോ ആണ് നന്നാക്കുക. അതിന്റെ തല പോഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ഇപ്പോഴും ഈ പഴയ സാധനങ്ങളൊക്കെ നന്നാക്കാൻ നടക്കണം ആൾക്കാർ. കാലം മറിയൊന്നും അറിഞ്ഞില്ലേ? ഇപ്പോഴൊന്നും പഴയ സാധനങ്ങൾ ആരും വെക്കാറില്ല. യൂസ് ആൻഡ് ത്രോ ആണ്. പഴയ സാധനങ്ങളൊക്കെ യൂസ് ആൻഡ് ത്രോ ആടാ. അച്ഛനമ്മ യൂസ് ആൻഡ് ത്രോ ആടാ. തരടാ കാര്യം കഴിയുമ്പോൾ എടുത്തറിയോടാ. ത്രോടാ എടുത്തറിയടാ തന്നെ. അച്ഛൻ എന്തോന്ന് വെച്ചാൽ പറ. ഞാൻ എന്ത് പറഞ്ഞു? അച്ഛൻ എന്തിങ്ങനെ പറയണത്? പഴയ സാധനം യൂസ് ആൻഡ് ത്രോ. നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാടാ? ഞാൻ പഴയതായി ഞാൻ മറ്റു സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഐറ്റം അല്ലേ പറഞ്ഞു. അച്ഛൻ ഇലക്ട്രോണിക്സ് ഇതെന്ന് വന്നിട്ടാ ഈ ഇലക്ട്രോണിക്സ് ഐറ്റം ഒക്കെ? എടാ വലിയ വലിയ കമ്പനിയുടെ പ്രോഡക്ട്സ് ഒക്കെ എന്നെക്കാളും എത്ര വലുതെന്ന് അറിയാമോ? ഈ ആന്റിക് സാധനങ്ങൾ. ആന്റിക് സാധനങ്ങൾ നമ്മുടെ ഇത്ര പീസ് സാധനങ്ങളുണ്ട്. അറിയാം എനിക്ക് ആന്റിക് സാധനങ്ങൾ അറിയാം. അത് നന്നാക്കാൻ വേണ്ടി ഓരോരുത്തരും ജപ്പാനും ജർമ്മനിയും അമേരിക്കയൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ഒരുത്തൻ എന്താ ചെന്ന് ഫോട്ടോ വെച്ച് ചോദിച്ച് ആന്റിക് സാധനം ഈ റേഡിയോ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ അയാൾ സിംഗപ്പൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തൊരു കടക്കാരൻ പറഞ്ഞു സിംഗപ്പൂർ പോകണ്ട, ഇവിടെ പാറവിട മാധവൻ തമ്പിയുടെ മോൻ ബാലേന്ദ്രൻ തമ്പി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ചെല്ല് അവിടെ കൊടുത്താൽ മതി, നന്നാക്കി തരാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഒരുത്തനേ ഉള്ളൂ. അല്ല കൊച്ചിയിൽ ഒരുത്തനേ ഉള്ളൂ. എന്താ ആശയം? എന്ത് ഇഷ്ടപ്പെടാ മോളെ? വരൂ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് പറ്റിയ പണിയെന്നറിയാമോ? അവിടെ പോയിരിക്കും. ഈ കൊച്ചിനെ കൊണ്ട് അവിടെ പോയിരിക്കുക. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് ഞാനൊരു കാര്യം പറയാം. എന്ത് ബന്ധത്തിന്റെ പേരിലായിരുന്നാലും ഇയാളെ ഇരിക്കുന്ന ആളെ ഞാൻ അവിടെ കൊണ്ടുപോകില്ല. ഇന്നലെ നോക്കിയപ്പോൾ ചെറിയ സ്പാൻ എടുത്ത് ജട്ടിക്കകത്ത് വെച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ്. ഞാൻ കാന്തോടത്ത് പിടിച്ചു നോക്കി, കിട്ടിയില്ല, ഓടിക്കളഞ്ഞു. ഒന്നുകൂടെ അച്ഛനൊന്നുകൂടെ ചായ. അമ്മ എനിക്ക് പോണം. ഈ കൊച്ചിനെ നീ എനിക്കറിയില്ല എന്ത് ചെയ്യണം. ഞാൻ എന്റെ തലയിലേക്ക് വെക്ക് കൊച്ചിനെ. ഇവിടെ ഇറങ്ങി വേണം. ഇവിടെ വേണം. എന്റെ വായുന്നല്ല കേക്കല്ലേട്ടാ നീ. ഇന്നും ദോശയാണ് ഇത്ര അത്ഭുതം നിനക്ക്? എന്താ അത്ഭുതം? എന്നും ഇവിടെ ദോശയല്ലേ? എന്നും എന്നും കുന്നും ഇവിടെ ദോശയാണ്. ജീവിത അവസാനം വരെ ഇവിടെ ദോശയാണ്. പുട്ടുണ്ടാക്കുമാ. ഇനി ഞാൻ പുട്ടുണ്ടാക്കണോ അല്ലേ? എന്തോന്നമ്മ കുറച്ച് ആ പൊടി എടുത്ത് നനച്ചിട്ട് പുട്ടും കുറ്റിയിൽ കയറ്റിയ പോലെ വേറെ പ്രശ്നമുണ്ടോ? അവിടെ പൊടി ഇരിക്കണ്ടാ, നീ നനച്ചിട്ട് പുട്ടും കുറ്റിയിലോട്ട് കയറ്റ്. അവനെ കുറ്റിയൊക്കെ കൊടുക്കും. എനിക്ക് ആഗ്രഹം ഉണ്ടല്ലേ പറഞ്ഞ പുട്ടും പപ്പടും കൂടി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലോ പറഞ്ഞത്. പയറ് വേണ്ടേ? അപ്പൊ പറ്റെങ്കിൽ പയറും. വിഷ്ണു എന്റെ മുന്നിൽ നിന്ന് പോയിക്കോട്ടെ. വല്ല തരും ഞാൻ പിടിച്ചിട്ട്. എനിക്കൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യും, കുറച്ച് മാവട് നനച്ച് ആ കുറ്റി കൊണ്ട് ഇറങ്ങി വെച്ചോളൂ. കഴിച്ചു പോട്ടെ. എനിക്കൊന്നും വേണ്ട. മനുഷ്യനെ പ്രാന്തോടിപ്പിക്കാണ്ട് ഇറങ്ങി പോടാ. ഇറങ്ങി പോണു. പോയപ്പോ എന്തൊരു ആശ്വാസം ഇല്ലടി. നീ എന്തൊന്നുണ്ടാക്കണേ? പുട്ടുണ്ടാക്കാൻ പോണവര്. പുട്ടുണ്ടാക്കാം. പപ്പടം വറുത്താ പോരെ? കുറച്ച് പയർ കൂടെ ഉണ്ടായിക്കോട്ടെ.
ബാലു എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കല്ലേ കേട്ടോ. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ കാണില്ലേ നിങ്ങൾ ഒറ്റയ്ക്ക്? കണ്ണു തന്നെ അവനെ മത്തം പൊളിച്ചിരിക്കണ. അത്തരടി പടവറങ്ങി വളർത്തിരിക്കുന്നു കണ്ടില്ലേ? അല്ല പിന്നെ പുട്ടുണ്ടാക്കി കൊടുത്താലും മതി. പാതി രാവിലെ ആവശ്യം തള്ളി കൊടുക്കും, ബാക്കി രൂപയില്ല. ഉപകാരമൊന്നും ഇല്ല, ഉപദ്രവിക്കല്ലേ. ഒന്ന് അങ്ങ് പോവാമോ? ഞാൻ പറഞ്ഞു കേട്ടെ, പാലില്ലേ കട്ടണത് എപ്പോഴും പാലില്ലേ? കറവക്കാരനെ എത്തിയിട്ടില്ല, വരട്ടെ. എന്റെ പരിചയത്തിൽ ഒരു കറവക്കാരുണ്ട്, വിളിക്കട്ടാ. ആര്? പവനം കുട്ടമ്പള. ബാലു ഒന്ന് പോവൂ ബാലു, അപ്പുറത്തോട്ട്. ഞാൻ പണി ചെയ്യട്ടെ ബാലു, എന്തിനിങ്ങനെ ശല്യപ്പെടുത്തണത്? പോയി കൊണ്ടുവരും. ആ കൊണ്ടുതരാം. അങ്ങനെ പറഞ്ഞാൽ മതി. പോവാണ് കൊച്ചിരി കൊണ്ടുപോയിക്കോ. മീനെന്ത് ചെയ്യാൻ? കൊണ്ടുപോയിക്കോ അങ്ങോട്ട്. കൊണ്ടുപോകണം. കണ്ടേ ഒരു അടുക്ക് കഴിച്ച് മക്കള് വാ. അമ്മ അച്ഛൻ്റെ ചായ അവിടെ കൊണ്ടുവരും. വാ, അതെവിടെ ഇരിക്കോ? നോക്കിക്കോളൂ. ഇല്ല, അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. വാ, നല്ല മക്കളെ. പഞ്ചാണ് വെറും ആവശ്യമില്ല, വഴക്കൂടല്ലേ? വഴക്കൂടരുത്. ഇല്ല, പോകുന്ന അങ്ങോട്ട്. കേട്ടാ, ആ ദേഷ്യപ്പെടുമ്പോ എന്നെ കാണാനേ കൊള്ളാം. കേട്ടാ, ആ പോ. നമുക്ക് പോകൂ. നമുക്ക് പോകൂ. ഒരു കാര്യം ഞാൻ പറയാം, സ്കൂളിൽ പോണെങ്കിൽ ശരി തന്നെ. ഇതങ്ങനെ അഴുക്കാക്കിക്കൊണ്ട് വന്നാ എനിക്കിവിടെ നനയ്ക്കാൻ പറ്റൂല. അമ്മയല്ലേ എഴുതില്ല. അമ്മയാണ് നനയ്ക്കണമെങ്കിലും എനിക്ക് അവളെ കഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. സൂചിച്ചേ. അപ്പൊ പോടെ. അമ്മ ചോറ് ചോറാക്കി വെച്ചിട്ടുണ്ടടാ. ദോശ ദോശ ദോശയിലാക്കി ചമ്മന്തി ആയിട്ടുണ്ട്. ദോശ ആയിക്കൊണ്ടിരിക്കും. അമ്മ ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ മെഡിക്കേറ്റഡ് പ്ലാന്റ്സ് ഇല്ലേ, ഔഷധ ഗുണമുള്ള ചെടികൾ, അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരണേ. പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാം. എനിക്ക് സ്കൂളിൽ ഒട്ടിക്കാനുള്ളതാണ് നാളെ. ഇതെന്തിന്റെ മാവ്? ഇത് പുട്ടിനടാ. പുട്ടാ? അത് വിഷ്ണുവിന് കുറച്ച് പുട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുട്ടും പപ്പടം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ല, എനിക്ക് ഇഡലി ആയിരുന്നു ഇഷ്ടം. ഇഡലിയാണോ നിനക്ക് ഇഷ്ടം? ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ട്. അയ്യോ, നൂഡിൽസ് ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. രാവിലെ വെജിറ്റബിൾസ് ആയിരുന്നത് കണ്ടില്ലേ? നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിന് പുട്ട്, പാറുക്കുട്ടിക്ക് ദോശ, ഇവന് ഇഡലി, നിനക്ക് നൂഡിൽസ്. അപ്പൊ അച്ഛന് ഗോതമ്പുണ്ടാ. അമ്മയടുത്തല്ലേ അച്ഛൻ നിൽക്കുന്നത്, അപ്പൊ ജയിലിൽ കിടക്കുന്നല്ല ഗോതമ്പുണ്ട. ശിവ, ഞാൻ പോയി ബുക്ക് അടിക്കൂ കേട്ടേട്ടാ. പിന്നെ പോണ്ടേ. ബാലു, പിള്ളേരെ പാത്രമൊക്കെ കഴി വെച്ചിട്ട് ഇതിനകത്തൊന്ന് ചോറും കറിയൊക്കെ എടുത്തു വെക്കട്ടോ. ഇവിടെ വരുന്ന എങ്ങനെയാ സമയം എനിക്ക് ഒന്നാതെ ഇല്ല. പൂച്ച പോവുചേന്ന് എന്തോന്ന് ഞാൻ ഇതെന്തോ ശല്യമാണ് ഇത്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ എടുത്ത് റോഡിൽ കൊണ്ടിട്ട് പണിയാ. ഞാൻ പണ്ടേ കാരണം പറഞ്ഞു ജംഗ്ഷനിൽ കട എടുത്താ ഞാൻ അവിടെ എടുത്ത് പണി കൊള്ളാന്ന്. തള്ളേ മക്കളെ കൂടെ എന്റെ ഭാവി നശിപ്പിക്കും. ഓട്ടിക്കൊണ്ടിട്ട് അമ്മ ഭയങ്കര സ്ലോ ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കറക്റ്റ് സമയത്തിന് തരൂല. പഠിക്കാൻ പോലും നമ്മളോട് ഇരിക്കത്തൂല്ല. എന്തിന്? പഠിക്കാൻ പറയത്തു പോലും അപ്പഴാ. ദോശ അമ്മേ, നമ്മുടെ കാര്യമില്ലാത്ത കാര്യം എന്തോന്ന് പറയണത്? അമ്മയെ കുറിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പൊ നമ്മുടെ അടുത്തൊന്നും ഒരു ശ്രദ്ധയില്ല അച്ഛാ. അത് തന്നെ, അവള് വന്നാ വന്ന്, നിന്നാ നിന്ന്, പോയാ പോയി. ഇതാണ് അവിടെ കാര്യം. ദോശ 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 കഴിക്കേ. ശിവ, 3 ദോശ ഉണ്ട്, കഴിച്ചോളണം. 3 തീർത്ത് തന്നെ കഴിച്ചോളണേ. ഈ ഡ്രസ്സിലൊന്നും വീഴ്ത്തരുത് കേട്ടോ, പിന്നെ എനിക്ക് കഴുകി തരാൻ സമയമൊന്നുമില്ല. അല്ല ബാലു, ആരെ കുറിച്ചാ പറഞ്ഞ വന്നാ വന്ന് പോയാ പോയെന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ? എന്റെ കാര്യം തന്നെ, നമ്മള് വന്നാ വന്ന്, നിന്നാ നിന്ന്, പോയാ പോയാ. നമ്മളെ ജോലിയുടെ കാര്യം അതാണല്ലോ. നീ ഒരു കാര്യം പോയി സാധനം എടുത്തോണ്ടോ, അല്ലെ ഞാൻ തന്നെ പോവാം. ആരെ കുറിച്ചാണ് പറഞ്ഞത് വന്നാ വന്ന് പോയാ പോയെന്നൊക്കെ? അമ്മയെ കുറിച്ച് അല്ല, അവനെ വേറെ ആരെ കുറിച്ച്? എന്നെ കുറിച്ചാ? ഞാൻ എവിടെയും പോയില്ലല്ലോ. എന്റെ മതല്ല, അമ്മയ്ക്ക് ഇപ്പൊ വന്ന് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല, അതും അറിയായിരുന്നു. അങ്ങനെ പറഞ്ഞ അച്ഛൻ? അച്ഛൻ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞ പക്ഷേ സപ്പോർട്ട് ചെയ്തു. ഓഹോ ബാലു, നിങ്ങൾ ഈ പിള്ളേര് പറഞ്ഞതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ എന്തിനാണ്? പിള്ളേര് പറയണല്ലേ കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പിള്ളേരെ ഭാഗത്ത് നിൽക്കണം. അല്ല ബാലു, എനിക്കൊരു കാര്യം പറയാം. ഒരു കാര്യം പണിയാന്ന് തോന്നുന്നു. ഇത് വേറെ അങ്ങനെ കേട്ടോ, കുട്ടപ്പിള്ളേരല്ല അത്. അയ്യാ പാവ അമ്മ, പെട്ടെന്ന് കഴിക്കാൻ കൊണ്ടു. ഇതാ പുട്ട് കഴിക്കേ. പുട്ടും പയറും പപ്പടം പോരെ. പയറും പപ്പടവും തോരനൊന്നുമില്ല, പുട്ട് മാത്രമേ ഉള്ളൂ. കഴിച്ചോ. അമ്മ അറ്റ്ലീസ്റ്റ് പപ്പടമെങ്കിലും വേണ്ടമ്മ, പിന്നെ എങ്ങനെയാ പുട്ട് കഴിക്കണത്? എടാ പപ്പടമൊന്നും ഇല്ലടാ, നീ അത് കഴിച്ചിട്ട് പോ. അമ്മ പപ്പടം ഇല്ല, ഞാൻ എങ്ങനെ കഴിക്കാനമ്മ? മര്യാദക്ക് കഴിക്കടാ. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഞാൻ പുട്ട് ഉണ്ടാക്കിയത്. ഇപ്പൊ അടക്കളയിൽ സമയം ഉണ്ടാക്കണം. കൂടുതൽ മഷാറല്ലേ? എന്തോന്ന് മേബി എങ്ങനെ കഴിക്കാനാ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ പോലെ ഉണ്ട്, എനിക്കൊന്നും വേണ്ട. ഒപ്പിച്ചുണ്ടാക്കിയാ വന്നിരുന്ന് കഴിക്കടാ. ഇതെങ്ങനെ ഞാൻ ചുമ്മാ എടുത്ത് കഴിക്കണത്? കഴിച്ചിട്ട് പോടാ.
വേണ്ട. വന്നിരിക്കണം ഇവിടെ. ഇതൊന്ന് ഇവിടെ ഭീഷണി വന്നിരിക്കണം. എടാ എടാ ഞാൻ എങ്ങനെ കഴിക്കാനാ? കഴിച്ചിട്ട് പോടാ. എനിക്ക് പുട്ട് പച്ചക്ക് വന്ന് കഴിക്കടാ. അച്ചാർ പുട്ട് മാത്രം ഞാൻ എങ്ങനെ കഴിക്കും? എനിക്ക് വേണ്ട. എടാ എനിക്ക് വേണ്ട. ഇരിക്കണ അവിടെ. മകളെ മകളെ കഴിക്ക്. നിർബന്ധം കഴിപ്പിക്കുന്നത് അല്ലല്ലേ പോടാ ഏ? പോടാ ഇതെന്തോ പോടാ, ഇത്? കാണുമ്പോ ഇത്. പോടാ. ഞാൻ പോണു. ദേ ഇവിടെ വാ. ഇവിടെ വന്ന് കഴിക്ക്. ഞാൻ കഴിക്കും. ഈ പുട്ട് ഞാൻ എന്ത് ചെയ്യണം ഇനി? ഒരു കാര്യം ചെയ്യ്, ഇതെടുത്ത് നേരെ ഷോക്കേസിൽ 10 രൂപ കാണട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുപാടി. നീ സുഷമയുടെ ഓഫീസിൽ കൊണ്ട് കയറ്റി അല്ല കഴിക്ക് കൊണ്ട് പോ. അച്ഛാ അല്ല അമ്മ പുട്ട് കൊണ്ടുവാ ഇവിടെ എന്ത് ചെയ്തിട്ട് ആരും എന്നെ സഹായിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം ഈ പുട്ട് എന്ത് ചെയ്യണമെന്ന്. കേട്ടാ? എന്തോന്നമ്മ അമ്മ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് വാശല പോലെ സംസാരിക്കുന്നത്? മര്യാദ അത് കഴിച്ചിട്ട് എന്നിട്ട് പൊയ്ക്കോ. എന്റെ വായനോനെ കേൾക്കാൻ അമ്മേ ഞാൻ പറഞ്ഞ മറക്കണ്ട, ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും മെഡിസിനൽ പ്ലാൻസിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യും നീ എന്നെ? നീ ഈ പിള്ളേരെ കിടന്ന് കടിപിടി കൂടിക്കൊണ്ട് നടക്കണ്ട. നിനക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഓഫീസിൽ പോയി താമസിക്കാൻ പറയും. എന്റെ കുഴപ്പമാണ് എന്റെ തലപ്പ് കിട്ടി കയറും. ഓഫീസിൽ ഞാൻ വരട്ടെ. ഇതിനൊക്കെ മറുപടി എല്ലാവർക്കും തന്നോളാം. ഞാൻ പോവാണേ. ഞങ്ങളുണ്ട്. ഞാൻ വായിയോട് വേണ്ട വരണമെങ്കിൽ. അച്ഛാ വാ, ചേട്ടാ അമ്മ അവിടെ നിൽക്ക് ചെരുപ്പിടട്ടെ. എന്തോന്നമ്മ? ഞങ്ങളുടെ വേഗം. പുതിന ഒരു മിനിറ്റ് മൊബൈൽ എടുത്താ നോക്കട്ടെ. ഈ അമ്മയുടെ കാര്യം ഇല്ല, മൊബൈലിൽ തന്നെ ഉണ്ട്. നടക്ക പെട്ടെന്ന്. മുടിയാ മുടിയാ എന്താ സാധനം കണ്ടുപിടിച്ചു. എന്താ കപ്പാസിറ്ററാണ് കിൽട്രോൺ എടേ അച്ഛനെ കടുപ്പത്തിൽ ഒരു ചായ ഇട്ടോ. ചായ ഇടാനുള്ള സമയമായോ? മണി 4:30 ആയില്ലടാ. സമയായില്ലേ? ആ മക്കൾ ഇട്ടോണ്ടോടാ. ഞാൻ ചായ ഇട്ടല്ലേ കടുപ്പൊന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. എടാ നിന്റെ പ്രായത്തില് ഒരു സദ്യവട്ടത്തിന് വേണ്ട കറികൾ അച്ഛൻ ഉണ്ടാക്കും. കിച്ചടി പച്ചടി തോര അവിയല്. എന്റെ പ്രായത്തിൽ അച്ഛന് വേറെ പണിയൊന്നുമില്ല. അമ്മയുടെ പുറകെ നടക്കല്ലേ? അമ്മേനെ പുറകെ നടക്കല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങളെ പോലെയാണ്. നിനക്കിവിടെ എന്ത് കളക്ടറേറ്റിലാണ് പണി? കളക്ടറേറ്റിൽ പണിയൊന്നുമില്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്ത് കാര്യം? ഞാൻ കുറെ കറണ്ടിന് ബില്ല് അടയ്ക്കാൻ നീ പോവും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വെള്ളത്തിന് ബില്ല് അടയ്ക്കാൻ പോവും. പിന്നെ ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി പോകും. ഒരിക്കൽ നീ ഒഴിഞ്ഞ ഗ്യാസ് കുറ്റി കൊണ്ടുപോയിട്ട് അതേ ഒഴിഞ്ഞ ഗ്യാസ് കുറ്റി എടുത്തോണ്ട് നീ എന്നിട്ട് പൈസ വെട്ടിയിട്ടാ നീ മുടിയാ? ഇല്ല, അത് അറിയാതെ ചെയ്തതാണ്. അത് മാറിപ്പോയതല്ലേ. നീ കട്ടായിട്ടോ? എനിക്ക് വയ്യ അച്ഛാ, എനിക്ക് അറിയില്ല. അതല്ലേ പിന്നെയൊന്നും ഞാൻ കണക്കി കൂട്ടിയിട്ടില്ല കേട്ടാ. ഇത് തോട്ടായത് കത്തിച്ചിട്ട് എറിഞ്ഞ് തന്നെ പൊട്ടിച്ചാ ഞാൻ. എനിക്ക് സ്ട്രോങ് വേണ്ട, ലൈറ്റ് ആയിട്ട് മതി. സ്ട്രോങ് ആയിട്ട് തരാടാ. വേണ്ട, സ്ട്രോങ് ആയിട്ട് തരാടാ. തരടാ സ്ട്രോങ് ആയിട്ട്. സ്വന്തം തന്തയ്ക്ക് ഒരു കട്ടായിട്ട് നമുക്ക് പറയാൻ വയ്യടാ. ടേസ്റ്റോട് കുടിക്കണ്ട അച്ഛാ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. വാങ്ങ്. ബൾബ് കളിയോ? മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ പക്കവത്തൂർ ഞാൻ കത്തിക്കും. എറിഞ്ഞ് കത്തിക്കും. ചായ കുടിക്കാൻ വന്ന ചായ കുടിക്ക് അടക്കള ഒളിഞ്ഞു നോക്കണടാ. നിന്ന് കത്തും വന്ന പോലെ. ചായ കുടിക്കാൻ കയറി വന്നു ഒളിഞ്ഞു നോക്കണം. ഞാൻ ഇവിടെ തന്നെ മോട്ടിക്കണടാ ഞാൻ. ചായ കുടിക്കാൻ ദേഷ്യപ്പെട്ടില്ല പോയത്. ഈ ഒരിടത്ത് ഒളിഞ്ഞു കയറി ചെല്ലരുത് കേട്ടാ. അന്തസ്ഥലം നെഞ്ചി പിരിച്ച് കയറി ചെല്ലാം. അല്ല, അച്ഛൻ നേരത്തെ ദേഷ്യപ്പെട്ടിട്ടില്ല പോയത്. ദേഷ്യപ്പെട്ടുന്നുണ്ട്? എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കോ? താങ്ക് യു. മറ്റില്ല ഒറ്റയ്ക്ക്. അച്ഛാ ചായ അടിപൊളിയാണല്ലോ. കറക്റ്റ് മധുരം, കറക്റ്റ് കടുപ്പം. അച്ഛാ സത്യം പറയട്ടെ,
അച്ഛന് വയസ്സായിക്കണേ ഞാൻ കൊണ്ടുപോകും ചാ. അച്ഛൻ എൻ്റെ ഒപ്പം തന്നെ വേണം. ഡാ, എന്താ ചാ? നീ ഇപ്പൊ നീ ഇങ്ങനെ പറയണേ? അച്ഛനെ വിഷമിക്കാൻ പറയണ? അങ്ങനെയല്ല അച്ഛാ. ഞാൻ വരൂടാ. മക്കളെ ദൈവം വലിയവനാണ്, ദൈവം എല്ലാം കാണും. ചാ ചാ കയ്യൊന്ന് എന്താ കൈപുണ്യം ഭയങ്കര തന്നെ അച്ഛൻ്റെ. സൂപ്പിക്കല സൂപ്പിക്കല അച്ഛൻ തമാശ പറഞ്ഞല്ലേ? തമാശ പറഞ്ഞല്ലേ? സൂപ്പിക്കാതെ പടാ. അച്ഛൻ തമാശ പറഞ്ഞല്ലെന്ന്. എടാ വീട്ടിലും പറയടാ. എന്ത് എനിക്ക് അവിടെ വീട്ടില് നമ്മൾക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ അമ്മ പറയും, എടാ നീ നിന്റെ ഈ ഉപ്പുപുളി ചൂടാൻ പറയുന്നുണ്ട്. പണ്ട് അങ്ങനെ പറഞ്ഞതാണ് നെയ്യാറ്റിങ്കരൊക്കെ. ഞാൻ കുറച്ച് ഉപ്പ് കൊടുത്ത് ഈ ചെറിയ ഉള്ളി ഈർക്കിൽ കോർത്ത് പിന്നെ അതിൽ പച്ചവെള്ളം കോർത്തിട്ട് ഇങ്ങനെ അടുപ്പിൽ വെച്ച് ചൂടാക്കും. ചൂടാക്കി കരിഞ്ഞുള്ള ഒരു മണം വരും. അതിങ്ങനെ എടുത്തിട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വിടും. ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ മീനും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ദൂരം എടുത്ത് കളയോ? ദൂരെ കളയില്ല, പച്ചക്ക്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കും. അത്ര ടേസ്റ്റാണ്. അപ്പോഴേ പറയാം കൈപ്പുണ്യാണെന്ന് പറയും. അതുകൊണ്ട് അച്ഛൻ എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞത്. വരും, വരണം വരണം. വന്നിട്ട് അച്ഛനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വെച്ച് വിളമ്പി തരണം ഈ കൈപുണ്യം. അവരറിയട്ടെ. ആർക്കൊക്കെ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഒരു നെക്സ്റ്റ് ജനറേഷൻ അറിയട്ടെ ഈ കൈപുണ്യം. ഭാര്യയ്ക്കും പിള്ളേർക്കും. ഭാര്യയുടെ അമ്മയച്ഛനും കാണോ? നിന്റെ അമ്മായിപ്പം കാണോ അവിടെ? മേ ബി അവർക്കും വെച്ച് കൊടുക്കാം. ഭാര്യയുടെ ബന്ധുക്കളെല്ലാം നീ വീട്ടിൽ താമസിക്കും. അവർക്കെല്ലാം വെച്ച് കൊടുക്കടാ. വീട്ടിൽ ജോലി കയറാണ് ഞാൻ. വേണ്ട വേണ്ട കട്ടിട്ട് നീ അങ്ങനെ കുടിക്കണ്ട. അച്ഛന് വേറെ ചായ ഇല്ല ചാ. നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് അമ്മായിപ്പനും ഞാൻ കട്ടിട്ടുണ്ടോ? നല്ല കൈപ്പുണ്യുള്ള കൈ. ഞാൻ തമാശ പറഞ്ഞു. ഞാൻ ചായ അയ്യോ മാറ്റിയത് എന്ത് പറ്റിയത്? ഓർഡർ മാറ്റി. ഫുൾ ഇക്വേഷൻസ് പോയില്ലടാ. ഈക്വേഷൻസാ? ഇതിന്റെ ഡെഫിനിഷൻ അറിയാം നിനക്ക്? പെട്ടിന്റെ 3 ബൾബ് മാറി ഡെഫിനിഷൻ മാറിയില്ലടാ. ഇവിടെ പോയി സ്കൂട്ടറോടെ പോയി. അച്ഛൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല ഞാൻ ഏരി തിരിഞ്ഞു നോക്കാറില്ലെന്ന്. ഞാൻ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ഇല്ല പാർക്കുട്ടി എടുത്തായിരിക്കും. പാർക്കുട്ടി എടുത്തായിരിക്കും. ആർക്കുട്ടി ഇങ്ങനത്തെ ആക്രി സാധനങ്ങൾ എടുക്കും? അതല്ല ഉദ്ദേശിച്ചത്. ദൈവം അച്ഛന് വട്ടായിരുന്നു. വന്നാ ഇങ്ങോട്ട് വാച്ചാ. എന്തടേ വയ്യേ തളർന്ന എന്ത്? നടന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടന്നു വരാൻ പറ്റും. ആ വണ്ടി വേണമെന്ന് ചോദിച്ചാൽ വണ്ടി വേണമെന്ന്. സ്കൂൾ ബസ്സിന് വരാനുള്ള ദൂരം നീ കാര്യം പറ വളച്ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ദൂരത്താ പോയി ഞങ്ങളുടെ സ്കൂളുണ്ട് വെച്ച്. ഓ നടക്കാൻ വയ്യ. ഇടേ പണ്ട് നെയ്യാറ്റിക്കര അച്ഛൻ സ്കൂളിൽ പഠിച്ചപ്പോഴേ എത്ര ഇപ്പൊ അത് കേൾക്കാനുള്ള ത്രാണിയില്ല ചാ. പിന്നെ പറ. പശു കേസി എത്തിയാ? അല്ല കേസി എത്തിയോ? അല്ല മുടിയൻ എല്ലാ മക്കളും ഒരുമിച്ച് ചള്ളുപിടിക്കാൻ തുടങ്ങിയടേ. എന്താ പ്രായം വരുന്നവർ നടക്കാൻ. അയ്യോ ഷഷ്ടി പൂർത്തി എന്ന് അമ്മമാരെ വന്നല്ല. അമ്മ ഫസ്റ്റ് തന്നെ നൂഡിൽസ് ഉണ്ടാക്കി തരണേ. എനിക്ക് ഡബിൾ ഓംപ്ലേറ്റ് ഉള്ളി കൂടുതൽ. ഉച്ച മുതൽ തൊണ്ട കിരീരാ പഠിക്കുന്നത്. കരിപ്പൊട്ടി ഉണ്ടാ ചുക്കാപ്പി ഉണ്ടാക്കി തരുമോ? ഒന്നും മിണ്ടാതിരുവാലു. രാവിലെ തുടങ്ങിയ തലവേദന ഇത്ര നേരമായിട്ട് മാറുന്നില്ല. മാറാൻ പറ. മിണ്ടല്ലേട്ട വാലൊന്ന്. ചെന്ന് കേറുമ്പോ തുടങ്ങി വരണം വരാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കണല്ലേ. എങ്ങനെ തലവേദന ഉണ്ടാവണ്ടിരിക്കും? കമ്പ്യൂട്ടർ നോക്കണ പണിയൊന്നുമില്ല ഇപ്പൊ അവിടെ. വെറുതെ നോക്കണല്ലോ. ഒരു 100,000 ജോലി ഉണ്ട് അവിടെ ചെന്ന് കേറുമ്പോഴേ. ഇവിടത്തെ പോലെ അല്ല, ഇവിടത്തേക്കാൾ 10 ജോലി അവിടെ എനിക്ക് കിട്ടണത്. ഭക്ഷണം ഈ മെഡിസിനൽ പ്ലാന്റ്സിന്റെ പ്രിന്റ് ഔട്ട് എടുത്താ? ഷോ അതിന്റെ ഇടക്ക് ഇതിന്റെ ഇടക്ക് അതും മറന്നുപോയതേ. എന്തോ നമ്മ ഇന്നലെ തൊട്ട് പറയാലോ ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കണെന്ന്. നാളെ ക്ലാസ്സിൽ കൊണ്ട് എന്ത് കാണിക്കും? ഒന്നാമത്തെ ടീച്ചർ ഭയങ്കര ചൂടത്തിയാ. എന്ത് പറയാലും അപ്പൊ തന്നെ ചാടി കടിക്കാൻ വരും. അമ്മേ ഞാൻ പറഞ്ഞല്ലേ, മനസ്സിലാവില്ലേ? ചാടി അടിക്കാനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. വിശക്കുകയും ചെയ്യണം. നോക്കി അതിന് പഠിക്കാൻ പോവില്ല. നീ ഒന്നും പഠിക്കാൻ പോകണ്ടടാ. പഠിച്ച് ഉദ്യോഗം മേടിച്ചിട്ട് എനിക്കൊന്നും കൊണ്ട തരികയും വേണ്ട. മക്കളെ എന്തെങ്കിലും അച്ഛന് തരണം. അച്ഛൻ 2 കൈ കഴിഞ്ഞിട്ട് സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ എന്ത് തന്നാലും അച്ഛനെ 2 കൈ കഴിഞ്ഞിട്ട് സ്വീകരിച്ചോളൂല്ലോ. അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കിടന്ന് പോരും ദേഷ്യവും കാണിക്കുന്നത്. അച്ഛൻ കിഴങ്ങനാടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞതിന്റെ അകത്ത് ഈ തൊലി ഉണ്ടല്ലോ. അച്ഛൻ കിഴങ്ങനുള്ള തൊലി ഉണ്ടല്ലോ. അച്ഛൻ അതുകൊണ്ടല്ല അമ്മ പോരും കാണിക്കുന്നത്. പറയടാ എപ്പോഴാണ് ഞാൻ പോര് കാണിച്ചിട്ടുള്ളത്? പറയടാ എപ്പോഴാണ് ഞാൻ പോര് കാണിച്ചിട്ടുള്ളത് നിന്നോടൊക്കെ? അടി അടി
അടി കണക്കുലിക്കലടി അടിച്ചു കൊല്ല് അറിയാം. അച്ഛാ മക്കളെ അമ്മയ്ക്ക് വയ്യായിരിക്കല്ലേ, അതുകൊണ്ട് അച്ഛൻ അടിച്ചതേ ഉള്ളൂ. നീ വേറെ ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇടയായിട്ട് ഞങ്ങളോടൊന്നും സ്നേഹവും ഇല്ല. ഇല്ലടാ, നിന്നോടൊന്നല്ല എനിക്ക് ആരോടും സ്നേഹമില്ല. സ്നേഹിക്കാതെ തന്നെ എല്ലാത്തിനും ഞാൻ വളർത്തിയത്. എടാ നിനക്കൊക്കെ അറിയാമോ എനിക്ക് എത്ര ദിവസം അറിയാമോ തലവേന നടുവേന തുടങ്ങിയിട്ട്? ഞാൻ ആരോടെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പരാതി എന്റെ വായിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെ കുറിച്ച്? ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങളെ ചെയ്യാനുള്ള മൊത്തം ചെയ്തിട്ടല്ലേ ഇവിടുന്ന് ജോലിക്ക് പോണത്. വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഇവിടുന്ന് എണീക്കണേ ഞാൻ. എന്നിട്ട് ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാതെയാണ് ഇവിടുത്തെ പണി മൊത്തവും കഴിഞ്ഞിട്ട് കൊച്ചിനെ നോക്കി കൊച്ചിനെ കുളിപ്പിച്ച് ഇവനെയൊക്കെ കൊടുക്കാനുള്ള മൊത്തവും കൊടുത്തിട്ട് ഓഫീസിൽ ചെല്ലണേ. അവിടെ ചെന്ന് വെറുതെ ഇരിക്കാനല്ല പോണത്. ചെന്ന് കയറുന്ന കമ്പ്യൂട്ടറിന് മുന്നിൽ കയറിയിരുന്ന 100,000 പണിയാണുള്ളത്. ഒരുപാട് കണക്കുണ്ടാവും, അതെല്ലാം ബോധിപ്പിക്കണം അവരെ. പിന്നെ അവരെ വായിക്കണം, മൊത്തം കേൾക്കണം. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാലുണ്ടല്ലോ പരാതിയും പരവും തീരൂല. അവിടെ ഒരു നുള്ളു വറ്റ് കഴിക്കണമെങ്കിലേ അവരെ കാല് പിടിക്കണം. ആ കണക്ക് മൊത്തം ബോധിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പോട്ടെ, അവിടുത്തെ എല്ലാ ടെൻഷനും പോട്ടെ. സ്വന്തം വീട്ടിലേക്കല്ലേ വൈകുന്നേരം വന്ന് കയറണേ. സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറണേ. ആ വാതിൽ തുറന്ന് ഞാൻ ഇങ്ങോട്ട് കയറിയാൽ നിങ്ങൾ അപ്പം തന്നെ തുടങ്ങൂല അച്ഛനും മക്കളും. അതുതാ ഇതാ മറ്റേതാ മറിച്ചതാ. എന്നാ നീ വന്നല്ല, നിനക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. ഞാൻ നിന്റെയൊക്കെ അമ്മ തന്നെയാണ്, ഒരു മാറ്റം ഇല്ല. പക്ഷെ ഞാൻ ഇത് യന്ത്രമൊന്നുമില്ല, മനുഷ്യ ശരീരം തന്നെയാ. നിന്റെയൊക്കെ ശരീരത്തിൽ കൂടെ പോണ പോലെ തന്നെ ചോര നിരുന്നതന്നെ എന്റെ ശരീരത്തുള്ളത്. എനിക്കൊണ്ടിടാ സങ്കടവും വേദനയൊക്കെ. എന്റെ സങ്കടവും വേദനയൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ. നീ വെറുതെ ശരീരം ഇളക്കല്ലേ, നിങ്ങൾക്ക് വയ്യാതെ നിൽക്കണം. നീല് ഞാൻ പറഞ്ഞ വെറുതെയാണ്, അവരാണ് സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. അച്ഛ അമ്മ പോയിച്ച, അമ്മ പോയിന്ന്. പൈസ എത്രയാടാ അവർക്ക്? എടാ പൈസ എത്രയാടാ? നിനക്ക് പൈസ എത്രയാടാ? നിനക്ക് ദോശ ഇറങ്ങൂലടാ? എടാ ഇത്രയും പാടുപെട്ടാണ് പണിയെടുക്കണം. അവളെ കൂടെ നിനക്ക് പുട്ട് വേണോ? നിനക്ക് പുട്ട് പയറ് പപ്പടം എല്ലാം കൂടെ തിന്നോളാം നീ. നിനക്ക് ഇഡലി പോരെ? നിനക്ക് ദോശ പോരെ? പുട്ട് വേണോ? ആ പാപ്പട്ട് ഉരുത്തിക്കൊണ്ട് നീ എന്തൊക്കെ സഹിക്കണം നീ? പപ്പടം ദോശയും പഴം ദോശ കയറിക്കോ. ഞാൻ പൈസ എത്രയാടാ? 13. ഇതെന്തോന്ന് വീശ വന്നാ? പൊടി വീശ വന്നാ? എടാ നിന്റെ വസ്ത്രങ്ങള് നിനക്ക് നനയ്ക്കാൻ വയ്യേ? ഇത്രയും പാടുപെട്ട് കഷ്ടപ്പെട്ട് ഓഫീസിൽ പോയി വീട്ടിൽ ജോലിയും ചെയ്ത് തളർന്ന് അവശയായി കിടക്കണം. നിന്റെ അമ്മയെ കൊണ്ടുവന്ന് നനപ്പിക്കടാ. അത് നീ കരിച്ചു കിട്ടാം. നീ കിടന്ന് മൂത്രം ഒഴിക്കാറില്ലേ? കഴിക്കാറുണ്ടോ? ഇല്ലേ? നീ മൂത്രം ഒഴിച്ച നിന്റെ അടി വസ്ത്രങ്ങള് നിന്റെ അമ്മയെ കൊണ്ടുവന്ന് നനപ്പിക്കണം. നീ നാണം കെട്ടാ. നിനക്ക് നനച്ചുവിടാ. ഞാൻ നിന്റെ സ്കൂളിൽ നിന്ന് പറയട്ടാ, അസംബ്ലി പറയട്ടാ. കേശവ പറയാൻ കിടന്ന് മൂത്രം ഒഴിക്കുമെന്ന്. സ്വന്തം വസ്ത്രങ്ങള് അവനോ നനച്ചോണം. നീ വാ, ഫോട്ടോസ്റ്റാറ്റ് കരി. നിനക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ അറിഞ്ഞൂടെ? എടി ഈ കേശുവിനെ കൊണ്ട് നിനക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിച്ചൂടെ? മുടിനെ കൊണ്ട് എടുപ്പിച്ചൂടെ? അല്ലെങ്കിൽ ജോലി ഞാൻ ഇത്രയും ജോലി ഉണ്ടായാലും ഞാൻ തിരക്കേറി ഇരുന്നിട്ടും എന്നെ കൊണ്ട് എടുപ്പിച്ചൂടെ? പിന്നെ ട്യൂഷൻ നീ പോകണില്ലേ? അമ്മ പഠിപ്പിച്ചാലും ശരിയാവൂളാ? ട്യൂഷൻ ഞാൻ കഷ്ടപ്പെട്ട് പൈസ അമ്മ തരണാണെങ്കിലും ഞങ്ങളിവിടെ പൈസ അല്ലേ? അമ്മ കൂടെ ട്യൂഷൻ എടുപ്പിക്കണോ? സ്വന്തം പഠിച്ചൂടെ? നീക്ക് ഇത്ര മണ്ടമാരെ പോലടാ. കിടപ്പുണ്ട്. ഇതൊക്കെ നീ പിന്നീട് ജോലി ചെയ്യിപ്പിക്കണ. എല്ലാം കൂടെ ഇറങ്ങി പോയട്ടാ എവിടെയെങ്കിലും. നീ കാപ്പിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെയല്ല പ്രതീക്ഷ. അമ്മക്ക് ഇപ്പോഴും പ്രായമില്ലെന്നാണ് പിള്ളേരൊരു വിചാരം. നിനക്ക് പ്രായം എനിക്കറിയാം, നിനക്കും അറിയാം. പിള്ളേരെ കണ്ണിൽ അമ്മ എപ്പോഴും നിത്യ യൗവനം നല്ല സുന്ദരിയാണ്. പൈസൻ്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടെ? നീലു കൂടെ കിടക്കണേ രാപ്പനെ അറിയാവൂ. രാത്രി കിടന്ന് ചുമക്കണതും ഇരുന്ന് ഞെരക്കണതും എനിക്കറിയാം. രാവിലെ കുതിരക്കുട്ടിയെ പോലെ എഴുതി ഓടുന്ന അമ്മയെ അവർ കണ്ടിട്ടുള്ളൂ. നിനക്ക് സൗന്ദര്യം കൂടുതലാണ്. പൊതുവേ നിനക്ക് സൗന്ദര്യം കൂടുതലാണ്, എനിക്കറിയാം. അതെ നോക്ക്, ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. പ്രസവിക്കും തോറും സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും കിട്ടില്ല. ആ ഗണത്തിൽ പെട്ടാണ് നീ. സൗന്ദര്യം കൂട്ടണം. പോയാ